പ്രൈസ് ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നല്ല ഞായറാഴ്ച പകൽക്കാലം നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ സന്നിധാനത്തിലായി തീരുവാൻ ദൈവം ഒരുക്കിയായി നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രെയർ കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പൊ ജസ്റ്റ് 2 മിനിറ്റ് ആയുള്ളൂ എത്തിയിട്ട്. ആമേൻ. ദൈവം നമുക്ക് തരുന്ന സമയം മുഴുവനും ദൈവത്തിനു വേണ്ടി നമ്മൾ ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുമ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ചെയ്യും. ആമേൻ. നമുക്ക് എത്രയധികം തിരക്കുകൾ ഉണ്ടാകാം, ശാരീരിക ക്ഷീണങ്ങൾ ഉണ്ടാകാം, എന്തൊക്കെ പ്രതികൂലമാണെങ്കിലും കർത്താവിന്റെ വചനം പറയുന്നത് നമ്മൾ ദൈവസിദ്ധാന്തത്തിൽ ചെലവഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമെന്ന് ദൈവവചനം പറയുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അനേകർ ദൈവസന്നിധാനത്തിൽ നിന്ന് മാറിപ്പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അനേക ജീവിത ഭാരങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു വന്ന് ദൈവത്തിൽ നന്യപ്പെടുമ്പോൾ ചുരുക്കം പേര് ആയെങ്കിലും നമുക്ക് ദൈവസന്നിധാനത്തിൽ കടന്നു വരുവാൻ ദൈവം സഹായിച്ചത് ഓർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമുക്കൊരു വാക്ക് ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥിക്കാം. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ഞങ്ങൾ നിവാസനമായി സ്വർഗസ്ഥ പിതാവാം ദൈവമേ, അപ്പായ നല്ല സമയത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അപ്പായുടെ 2-3 പേരുടെ നാമത്തിൽ ചേർന്നിട്ടുണ്ടാവോ അവരുടെ മതത്തിൽ ഞാൻ ഇറങ്ങി വരാമെന്ന് വാഗ്ദാനം ചെയ്ത ദൈവത്തിന്റെ സാന്നിധ്യം കർത്താവേ ഇന്ന് ദൈവമേ ഉച്ച സമയത്ത് കർത്താവേ ഞങ്ങളുടെ നടുവിൽ ദൈവമേ നീ ഇറങ്ങി വരണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. മാനുഷിക ശബ്ദമല്ലപ്പ, ജ്ഞാനത്തിന്റെ ശബ്ദമല്ല കർത്താവേ. ദൈവ ശബ്ദം ഞങ്ങൾ കേൾക്കുവാനപ്പാ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ അത് വിടുതലായി തീരുവാൻ ദൈവമേ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്യുന്നവർക്കായി സ്തോത്രം കർത്താവേ. ആരാധന ലീഡ് ചെയ്യുന്ന മക്കൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ദൈവമുള്ളവരെ കർത്താവെ തക്ക സമയത്തെ കൂട്ടിവരുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. പ്രാർത്ഥനയായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സഹജമായ ജീവൻ അർപ്പിച്ച യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് നമ്മള് ചുരുക്കം പേരായിരിക്കുമ്പം എന്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയ ദൈവം എന്നെ പഠിപ്പിച്ച ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാനായി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാനൊരു ക്രിസ്ത്യ കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. എൻ്റെ ഡാഡിയും മമ്മിയും മൈസൂരിൽ സുവിശേഷ വേലയിലായിരിക്കുന്നു. ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം മനസ്സിലാക്കിയതെന്ന് പറഞ്ഞാല് ആദ്യത്തെ സ്ഥാനം ജീവിതത്തിൽ നമ്മൾ ദൈവത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ നമ്മുടെ സകല കാര്യങ്ങളും കർത്താവ് നോക്കിക്കൊള്ളും. ദൈവത്തിന്റെ വചനം എപ്രകാരമാണ് പറയുന്നത്? മുന്നമേ ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പേൻ, അതോടെ നിങ്ങൾക്ക് സകലവും ലഭിക്കും. സങ്കീർത്തനം 23-ന്റെ 6-ാമത്തെ ഇങ്ങനെ പറയുന്നു, നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഇന്നത്തെ കാലഘട്ടത്തിൽ അനേകം നന്മയ്ക്കും വിവിധമായ ലോകപരമായ അനുഗ്രഹത്തിന് പുറകെ പോകുമ്പോൾ യഥാർത്ഥമായ ദൈവ പൈതൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തെ സേവിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ആവശ്യമായ സകല നന്മകളും സകല അനുഗ്രഹങ്ങളും കർത്താവ് തരുവാനായിട്ടിടയായി തീരും. നമുക്ക് ലോകത്ത് അനേക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം, അനേക ഞെരുക്കങ്ങൾ ഉണ്ടാകാം, അനേക കഷ്ടങ്ങൾ ഉണ്ടാകാം. ഒരിക്കലും കർത്താവ് എവിടെയും പഠിപ്പിച്ചിട്ടില്ല നിങ്ങൾ എന്റെ സന്നിധാനത്തിൽ കടന്നു വന്നാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ അനുഗ്രഹങ്ങൾ ലഭിക്കും എന്നൊന്നും പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ കർത്താവ് പറഞ്ഞ ഒരു കാര്യം ഉറപ്പാണ്, ഈ ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട്, ഈ ലോകത്ത് നിങ്ങൾക്ക് രോഗമുണ്ട്, ഈ ലോകത്ത് നിങ്ങൾക്ക് ഞെരുക്കങ്ങളുണ്ട്. എന്നാൽ ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകാവസാനത്തോളം എല്ലാം നാളും നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് വാഗ്ദാനം ചെയ്ത ദൈവം ഈ നമ്മുടെ നടുവിലുള്ളതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ഏത് ആവശ്യമാണെങ്കിലും നമ്മൾ ദൈവകാര്യങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴുണ്ടല്ലോ ദൈവത്തിന്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനായിട്ടിടയായി തീരും. ചെറുപ്രായത്തിൽ തന്നെ ദൈവികമായ അനേക അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ടിടയായി. പ്രത്യേകിച്ച് നമ്മുടെ ശുശ്രൂഷയിലായിരിക്കുന്ന ഭവനങ്ങളിൽ ജനിക്കുമ്പോൾ ഒരുപക്ഷെ ബാക്കിയുള്ളവരെക്കാളും അവസ്ഥകളൊക്കെ വളരെ വ്യത്യാസമാണ്. അതും പ്രത്യേകിച്ച് കർണാടകയിലായിരിക്കുമ്പോൾ അവിടുത്തെ സാഹചര്യങ്ങൾ ഞങ്ങൾ ഒരു റൂറൽ ആയിട്ടുള്ള സ്ഥലങ്ങളിലായിരുന്നു കൂടുതലും ദൈവവേല ചെയ്തുകൊണ്ടിരുന്നത്. അവിടെയൊക്കെ പോകുമ്പോഴും ഒരു ആരാധന പോലും മുടക്കുവാനായിട്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അനുവദിക്കാറില്ല. എല്ലാ ആഴ്ച ഒരു ദിവസവും, മാസത്തിൽ 3 ദിവസവും, വർഷത്തിൽ 7 ദിവസവും കമ്പൽസറി ആയിട്ട് ഉപവസിക്കണമായിരുന്നു. പ്രാർത്ഥിക്കണമായിരുന്നു. എന്നാൽ ഈ ലോകപരമായ എല്ലാ കാര്യത്തിനേക്കാളും ഉപരിയായി ഒരിക്കലും ആത്മീക കാര്യങ്ങൾക്ക് യാതൊരു കോംപ്രമൈസ് ചെയ്യുവാൻ
പേരൻസ് അനുവദിച്ചിട്ടില്ല. ആമേൻ. അത് ഒരു പക്ഷേ ആ ഒരു പ്രായമുള്ള സമയത്ത് ആ ഒരു കാലഘട്ടത്ത് നമുക്ക് അതിന്റെ വില എന്താന്ന് അധികം മനസ്സിലായില്ലെങ്കിലും ഹല്ലേലൂയ, ഇന്ന് ദൈവസന്നിധാനത്തിൽ ഞാൻ നിൽക്കുമ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്. ഹല്ലേലൂയ, നമ്മൾ ഹല്ലേലൂയ ജീവിതത്തിൽ പഠിക്കുന്ന ചില കാര്യങ്ങൾ അത് ജീവിതാന്ത്യത്തോളം മുഴുവൻ നമ്മൾ മുറുകെ പിടിക്കുമ്പോൾ, പ്രത്യേകമായ ആത്മീകമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉറപ്പുവരുത്തുമ്പോൾ നമുക്ക് ആവശ്യമായതെല്ലാം കർത്താവ് തരുവാനായിട്ട് ഇടയായി. അനേക രോഗങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്, സാമ്പത്തിക ഞെരുക്കങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്, അനർത്ഥങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്, മരണകരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ അവിടെയൊന്നും തകർന്നു പോകാതെ, ഹല്ലേലൂയ, വീണു പോകാതെ, കൂട്ടുകാരിൽ പരമായ ആന്തതയിൽ കൊണ്ട് അഭിഷേകം ചെയ്തവനായ കർത്താവ് ഓരോ ദിവസവും ജയോത്സവമായി നടത്തുന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വചനം പറയുന്നത്, നമ്മൾ അല്പത്തിൽ വിശ്വസ്തരായാൽ ദൈവം നമ്മളെ അധികത്തിൽ വിചാരകരാക്കും. ഹല്ലേലൂയ, നമ്മൾ ഏൽപ്പിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ എത്രത്തോളം വിശ്വസ്തരായി നിൽക്കുന്നുണ്ട് എന്ന് കർത്താവ് നോക്കുന്നുണ്ട്. ഹല്ലേലൂയ, നമ്മൾ മനുഷ്യനെ പ്രസാദിപ്പിക്കുവാനായിട്ടല്ല, ഹല്ലേലൂയ, ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ടാണ് നമ്മൾ ഓരോ ദിവസവും മുമ്പോട്ട് പോകേണ്ടത്. നമുക്ക് മനുഷ്യന് മുമ്പിൽ പ്രശംസ നമുക്ക് ആവശ്യമില്ല. കർത്താവ് നമ്മളെ കുറിച്ച് എന്താണോ ആഗ്രഹിക്കുന്നത്, ആമേൻ, അതിൻ പ്രകാരം മുമ്പോട്ട് പോകുവാൻ ഹല്ലേലൂയ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ ജീവിതത്തിലെ വിശ്വാസം ഈ ദിവസങ്ങൾ വർദ്ധിച്ചു വരണം. കർത്താവിന് പ്രവർത്തിക്കാൻ അസാധ്യമായ കാര്യങ്ങൾ യാതൊന്നുമില്ല. എന്നാൽ ജനത്തിന്റെ നടുവിലുള്ള അവിശ്വാസം കാരണം പലപ്പോഴും ദൈവത്തിന് ദൈവപ്രവൃത്തി ചെയ്യുവാൻ കഴിയാതെ പോയ സാഹചര്യങ്ങൾ നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നു. ഹല്ലേലൂയ, ഇന്ന് ഹല്ലേലൂയ ദൈവസ്നാനം നമ്മൾ കടന്നു വരുമ്പോൾ അനേക ആവശ്യങ്ങളുടെ മുഖത്ത് നമ്മളായിരിക്കുമ്പോൾ അതെല്ലാം നമുക്ക് ദൈവപാദപീഠത്തിൽ ഏൽപ്പിച്ചിട്ട് നമുക്ക് പറയാം, കർത്താവേ, അങ്ങയെ കൊണ്ട് സാധ്യമായ കാര്യങ്ങൾ യാതൊന്നുമില്ല. കർത്താവേ, ദൈവം ഞങ്ങൾക്ക് വേണ്ട സാധ്യങ്ങളെ സാധ്യമാക്കുന്നവനായ കർത്താവ്, ഹല്ലേലൂയ, ദൈവം നമ്മളോട് കൂടെ ഇരുന്ന് നമ്മുടെ ആവശ്യങ്ങളിൽ എല്ലാം ദൈവം നമ്മളെ നടത്തുന്ന കർത്താവാണ്. ആമേൻ, ഹല്ലേലൂയ. ദൈവ പ്രകാരം നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ആമേൻ, കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യണം. ഹല്ലേലൂയ, ജീവിതത്തിലെ സാക്ഷ്യങ്ങൾ ഒത്തിരിയധികം കാര്യങ്ങൾ പറയുവാനായിട്ടുണ്ട്. ഹല്ലേലൂയ, ഒരു പക്ഷേ എവിടുന്ന് തുടങ്ങണം, എവിടുന്ന് തീർക്കുന്നത് പോലും അറിയില്ല. മണിക്കൂറോളം വേണമെങ്കിൽ, എത്ര മണിക്കൂർ വേണമെങ്കിലും, ഹല്ലേലൂയ, ദൈവസന്നിധാനത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ ആമേൻ, ഹല്ലേലൂയ, തന്റെ മക്കൾക്ക് വേണ്ടി ആമേൻ അത്ഭുതങ്ങളെ ചെയ്യുന്നവനായ കർത്താവ്, ഹല്ലേലൂയ, ആശ്ചര്യങ്ങൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാണ്. ആമേൻ, നമുക്കൊരു വേദവാക്യം നമുക്ക് വായിക്കാം. ഇയ്യോബിന്റെ പുസ്തകം, ആമേൻ, 1-ാം അധ്യായത്തിന്റെ അതിന്റെ 2, 3, 4 വാക്യങ്ങൾ ആരെങ്കിലും ഒന്ന് വായിച്ച് സഹായിക്കണമെന്ന് ഞാൻ ചോദിക്കുകയാണ്. ഇയ്യോബിന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം അതിന്റെ 1, 2, 3 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഊസ് ദേശത്ത് ഇയ്യോബ് എന്ന പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ട് അകലുന്നവനുമായിരുന്നു. അവന് 7 പുത്രന്മാരും 3 പുത്രിമാരും ജനിച്ചു. അവന് 7000 ആടും 3000 ഒട്ടകവും 500 ഏർ കാളയും 500 പെൺകഴുതിയുമായ മൃഗസമ്പത്തും ഏറ്റവും വളരെ ദാസജനവും ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ സകല പൂർവ്വ ദ്വികാസികളിലും മഹാനായിരുന്നു. ആമേൻ, ഹല്ലേലൂയ. ഈ ഒരു ഭാഗ്യം വായിക്കുമ്പോൾ ഇവിടെ ഒരു മനുഷ്യന് എത്രത്തോളം സമ്പത്തുണ്ടായിരുന്നു എന്ന ആ ഒരു കാര്യങ്ങളെ പറ്റി അല്ല ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്നാൽ നമ്മൾ ഈ 1, 2, 3 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇയ്യോബിന്റെ ജീവിതത്തിലെ കുറിച്ചൊക്കെ നിങ്ങൾ ഇഷ്ടംപോലെ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ടാകാം. ഹല്ലേലൂയ, എന്നാൽ അതിനൊക്കെ വ്യത്യസ്തമായി തന്റെ ജീവിതത്തിൽ എപ്രകാരമാണ് ഇയ്യോബ് ഹല്ലേലൂയ കാര്യങ്ങൾ ക്രമീകരിച്ചുകൊണ്ടിരുന്നത്, എന്തിനാണ് ദൈവം ഹല്ലേലൂയ അവനെ അത്രമാത്രം അനുഗ്രഹിച്ചിരുന്നത്, എന്തിനാണ് ശത്രു ആ ദേശത്ത് അനേകരുണ്ടായിട്ടും ഹല്ലേലൂയ ഇയ്യോബിന്റെ മേലെ എന്തിനാണ് ദൃഷ്ടിയിട്ടത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഈ വചനത്തിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാനായിട്ട് ഇടയായിത്തീരും. ഇന്ന് ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ആദ്യത്തെ പ്രയോറിറ്റി എന്താണ് ദൈവമക്കളെ? ഹല്ലേലൂയ, അതിനൊരു മറുപടി നമുക്ക് പറയണം. നമ്മൾ ജോലി ചെയ്യുന്നുണ്ട്, നമുക്ക് കുടുംബങ്ങളുണ്ട്, നമുക്ക് സാമ്പത്തിക കാര്യങ്ങളുണ്ട്, എല്ലാം ശരിയാണ്. എന്നാൽ 1, 2, 3 പോയിന്റ് ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് എന്തിനൊക്കെയാണ് കൊടുക്കുന്നത്? നിങ്ങൾ അത് ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും പറയാൻ ഇഷ്ടമാണ്, ഞാൻ ദൈവത്തെയാണ് സ്നേഹിക്കുന്നത്, എനിക്ക് ദൈവം കഴിഞ്ഞേ ഉള്ളൂ എല്ലാം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ തന്നെ ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ചാൽ മതി. നിങ്ങൾ ഒരു ദിവസം 24 മണിക്കൂർ സമയം നിങ്ങൾക്ക് തരുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സമയം നിങ്ങൾ എന്തിനാണ് ചെലവഴിക്കുന്നത്? ഹല്ലേലൂയ, അതാണ് നിങ്ങളുടെ ജീവിതത്തിലെ പ്രയോറിറ്റി. 2, ഏറ്റവും കൂടുതൽ പണം നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ചെലവഴിക്കുന്നത്? അതാണ് നിങ്ങളുടെ പ്രയോറിറ്റി. 3-ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ എനർജി അല്ലെങ്കിൽ എഫേർട്ട് ഏത്
കാര്യത്തിനാണ് നമ്മൾ എടുക്കുന്നത്, അതാണ് നമ്മുടെ പ്രയോറിറ്റി. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ അങ്ങനെയൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒരു പക്ഷേ ഹല്ലേലൂയ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ എത്രമാത്രം സമയം നമ്മൾ കർത്താവിന് വേണ്ടി കൊടുക്കുന്നുണ്ട്, രണ്ടാമത് എത്രമാത്രം എഫേർട്ട് നമ്മൾ ദൈവത്തിന് വേണ്ടി ദൈവ വേലയ്ക്ക് വേണ്ടി എടുക്കുന്നുണ്ട്, നമ്മുടെ നന്മകളും അനുഗ്രഹങ്ങളിലെ എത്രമാത്രം ശതമാനം ദൈവസന്നിധാനത്തിലേക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് എന്ന ഒരു ചോദ്യത്തിന് നമ്മൾ ഉത്തരം പറയുവാൻ ബാധ്യസ്ഥരാണ്. ഇവിടെ യോബിന്റെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിനെ നോക്കുമ്പോൾ ഹല്ലേലൂയ ആ ഊസ് ദേശത്ത് യോബ് എന്ന പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു. ആദ്യത്തെ വരിയിൽ നമ്മൾ നോക്കുമ്പോൾ ആദ്യത്തെ വാക്യത്തിൽ യോബിന്റെ ജീവിതത്തിലെ ആദ്യ സ്ഥാനം എന്തിനായിരുന്നു എന്നതാണ് പരിശുദ്ധാത്മാവ് ആദ്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ നോക്കുമ്പോൾ ഹല്ലേലൂയ അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനുമായിരുന്നു. ഹല്ലേലൂയ ആ വചനം വായിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് ഒരു കാര്യം ആമേൻ യോബിനെ പറ്റി ശക്തമായി അവിടെ സംസാരിക്കുകയാണ്. അവിടെ യോബ് തന്നെ കുറിച്ച് താൻ തന്നെ എഴുതുകയല്ല, അല്ലെങ്കിൽ മറ്റൊരു മനുഷ്യനല്ല പറയുന്നത്. ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് യോബിന് വേണ്ടി സാക്ഷ്യം പറയുകയാണ്. ഇത്രയധികം ദൈവഭക്തനും ഇത്രയധികം നിഷ്കളങ്കനുമായി ഉള്ള ഒരു വ്യക്തി ആ ദേശത്ത് ആ സമയങ്ങളിൽ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ്. ഒരു പക്ഷേ ദൈവവചനത്തിൽ നമ്മളെ ഓരോരുത്തരെയും കുറിച്ച് പരിശുദ്ധാത്മാവിന് ഒരു 2-3 വരി നമ്മൾ എഴുതാൻ കൊടുത്താൽ ഹല്ലേലൂയ എന്തൊക്കെയായിരിക്കും ഒരു പക്ഷെ നമ്മളെ കുറിച്ച് എഴുതുക. ഒന്ന് ചിന്തിച്ച് നോക്കിയേ. നമ്മൾ ചുരുക്കം പേരായിട്ട് ദൈവസന്നിധാനത്ത് നമ്മൾ കടന്നു വന്നിരിക്കുകയല്ലേ. ഹല്ലേലൂയ നമ്മളെ പറ്റി കർത്താവ് എന്തായിരിക്കും. ഹല്ലേലൂയ ഒന്ന് ദൈവം നമ്മളെ ഒന്ന് വിവരിക്കുകയാണെങ്കിൽ ഹല്ലേലൂയ മനുഷ്യൻ കാണുന്നതിലും അധികമായി നമ്മുടെ ചിന്തകൾ, നമ്മുടെ നോട്ടങ്ങൾ, നമ്മുടെ ഇടപാടുകൾ, നമ്മുടെ ഹൃദയ വിചാരങ്ങൾ അറിയുന്ന കർത്താവിന്റെ മുന്നിൽ നമ്മൾ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ ദൈവം നമ്മളെ കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത്, ദൈവം നമ്മളെ കുറിച്ച് എന്തുമായിരിക്കും എഴുതുന്നത്. ഒരു പക്ഷേ ഹല്ലേലൂയ പ്രാർത്ഥനയിൽ പെട്ടെന്ന് മടുത്തു പോകുന്നവരാണോ നമ്മളെ കുറിച്ച് എഴുതുന്നത്. ഹല്ലേലൂയ ഇത്രയധികം ഹല്ലേലൂയ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പിണങ്ങുന്നവർ എന്നാണോ ദൈവം നമ്മളെ കുറിച്ച് എഴുതുന്നത്. അതോ ഹല്ലേലൂയ ദൈവസന്നിധാനത്തിൽ ഇരിക്കുവാൻ ഒട്ടും ക്ഷമയില്ലാത്തവരെന്നാണോ ദൈവം നമ്മളെ കുറിച്ച് എഴുതുന്നത്. ദൈവം തന്ന വാഗ്ദത്തങ്ങളെ മറന്ന് ഇന്നും കരയുന്നവരാണോ എന്നാണോ ദൈവം നമ്മളെ എഴുതുന്നത്. ഹല്ലേലൂയ എന്നാൽ ഇവിടെ നോക്കുമ്പോൾ യോബിനെ കുറിച്ച് പരിശുദ്ധാത്മാവ് അവിടെ എഴുതി വെക്കുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ സകല ദോഷം വിട്ടകന്ന് ഹല്ലേലൂയ അവൻ ദൈവത്തിനു വേണ്ടി നിൽക്കുന്ന ഒരു മനുഷ്യനായിരുന്നു എന്ന് എഴുതുവായിരുന്നു. രണ്ടാമത്തെ നമ്മൾ അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ തന്റെ ജീവിതത്തിൽ ആദ്യത്തെ പ്രയോറിറ്റി ദൈവത്തിനായിരുന്നു. 2-ാമത്തെ പ്രയോറിറ്റി എന്തിനായിരുന്നു എന്ന് നോക്കിയാൽ തന്റെ കുടുംബത്തിനു വേണ്ടി ഹല്ലേലൂയ യോബ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുത്തതായി നമുക്ക് ആ വചനത്തിൽ വായിക്കാം. അവിടെ നോക്കുമ്പോൾ അവന് ഹല്ലേലൂയ 7 പുത്രന്മാരും 3 പുത്രിമാരും ജനിച്ചു. തന്റെ കുടുംബത്തിനു വേണ്ടി സെക്കൻഡ് പ്രയോറിറ്റി കൊടുത്ത് ഹല്ലേലൂയ നമ്മൾ താഴോട്ടുള്ള വാക്യങ്ങൾ നോക്കും, അതിനുള്ള തെളിവുകൾ നമുക്ക് താഴെ കാണാം. എന്നിട്ട് 3-ാമത്തെ വാക്യത്തിലാണ് നോക്കുന്നത് തന്റെ അവിടെ ഉണ്ടായിരുന്ന അവന്റെ ആസ്തിയും എന്തൊക്കെ കാര്യങ്ങൾ തനിക്ക് ഉണ്ടായിരുന്നു എന്ന് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുന്നത്. ആദ്യ സ്ഥാനം ദൈവത്തിന്, 2-ാമത്തെ സ്ഥാനം കുടുംബത്തിന്, 3-ാമത്തെ സ്ഥാനം മാത്രമേ ഹല്ലേലൂയ തനിക്കുണ്ടായിരുന്ന സമ്പത്തിനു വേണ്ടി ഹല്ലേലൂയ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് നമ്മൾ എഴുതുന്നത്. അത്രയൊക്കെ നമ്മൾ ഒരു പക്ഷെ ചിന്തിക്കും നമുക്ക് ഇത്രയധികം സ്വത്തും സമ്പത്തൊന്നും ഇല്ലെങ്കിലോ, നമുക്കുള്ള ഈ ചെറിയ കാര്യത്തിൽ പോലും പലപ്പോഴും നമുക്ക് വേണം ദൈവത്തെ ആരാധിക്കാനോ സേവിക്കുവാനോ ആദ്യ പ്രയോറിറ്റി നമുക്ക് കർത്താവിന് കൊടുക്കാൻ കഴിയാതിരിക്കുമ്പോൾ ഹല്ലേലൂയ ഇത്രയധികം സ്വത്തും സമ്പത്തും ഹല്ലേലൂയ പേരും പ്രശസ്തിയൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഹല്ലേലൂയ തന്നെ ദൈവത്തിനു വേണ്ടി ജീവിക്കുമ്പോൾ ഹല്ലേലൂയ നമുക്ക് എല്ലാവർക്കും അത് കഴിയേണ്ടത് തന്നെയാണ്. നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ അവിടെ നമുക്ക് അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ നമുക്ക് നോക്കുമ്പോൾ ഹല്ലേലൂയ അവിടെ അവര് എന്നാൽ വിരുന്ന് നാളുകളിൽ വട്ടം തിരിയുമ്പോൾ യോബ് പക്ഷേ എന്റെ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയിരിക്കുമെന്ന് പറഞ്ഞ് ആളയച്ച് അവരെ വരുത്തി ശുദ്ധീകരിക്കുകയും എന്നാൽ അവർ എഴുന്നേറ്റ് അവരെ സംഖ്യക്കൊത്തവണ്ണ ഹോമയാഗങ്ങളെ കഴിക്കുകയും ചെയ്യുമായിരുന്നു. ആമേൻ. ഇപ്പം ഈ ദിവസങ്ങളിൽ ഈ കാലഘട്ടത്തിൽ ശത്രു ഏറ്റവും കൂടുതൽ പോരാടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഐക്യത തകർക്കുക എന്ന. ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന നിങ്ങൾ എത്ര പേര് ശ്രദ്ധിക്കണമെന്ന് എനിക്ക് അറിയത്തില്ല. ഹല്ലേലൂയ നമ്മൾ ദൈവത്തിന് മുമ്പാകെ നമ്മൾ ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി ഒരു ചെറിയ കാര്യം നമ്മൾ ചെയ്യുവാണെങ്കിൽ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടെ ഹല്ലേലൂയ പൂർണ്ണ ആത്മാവോടെ ചെയ്താൽ മാത്രമേ ദൈവം അതിൽ പ്രസാദിക്കത്തുള്ളൂ. ഹല്ലേലൂയ ഇവിടെ യോബിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഇവിടെ നോക്കുമ്പോൾ
ഹല്ലേലൂയ. തന്റെ കുടുംബത്തിന്റെ ഒരു ഐക്യത താൻ എപ്പോഴും അത് പ്രയോറിറ്റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് പലപ്പോഴും ഹല്ലേലൂയ, പ്രത്യേകിച്ച് യുകെയിലും മറ്റു രാജ്യങ്ങളൊക്കെ ആയിരിക്കുന്നവർ ജോലിയും തിരക്കും കാരണം ഹല്ലേലൂയ അവരുടെ ജീവിതത്തിലെ ആദ്യത്തെ പ്രയോറിറ്റി ദൈവത്തിൽ നിന്ന് മാറ്റി, രണ്ടാമത്തെ പ്രയോറിറ്റി കുടുംബത്തിൽ നിന്ന് മാറ്റി, ആദ്യം ജോലിയും സമ്പത്തും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പലപ്പോഴും തകർന്നു പോകുന്നത് ഹല്ലേലൂയ നമ്മുടെ കുടുംബങ്ങളാണ്, തകർന്നു പോകുന്നത് ഭാര്യ ഭർത്താവും തമ്മിലുള്ള ബന്ധങ്ങളാണ്, തകർന്നു പോകുന്നത് മാതാപിതാക്കളും തലമുറകളും തമ്മിലുള്ള ബന്ധമാണ്. ഹല്ലേലൂയ. അങ്ങനെ പ്രതിസന്ധികളെ ഇട്ടുകൊണ്ട് ശത്രു അനേക കുടുംബങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്ന ഹല്ലേലൂയ ഈ ഒരു കാലഘട്ടത്തിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ, നമുക്ക് തന്നിരിക്കുന്ന കുടുംബത്തിന്റെ ഉള്ളിലെ ഐക്യത എത്രത്തോളം നമുക്ക് ഭദ്രപ്പെടുത്താൻ കഴിയുമെന്ന് ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് ചോദ്യം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ദൈവസന്നിധാനത്ത് നമ്മൾ ആയിരിക്കുമ്പോൾ ദൈവവചനം കേട്ട് വെറുതെ മടങ്ങുന്നവരായിട്ടല്ല, ഹല്ലേലൂയ, നമ്മൾ കേൾക്കുന്ന ഓരോ ദൈവവചനവും നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിനും വിടുതലിനും കാരണമാകണമെങ്കിൽ ഹല്ലേലൂയ കേൾക്കുന്ന വചനപ്രകാരം ജീവിച്ചാൽ മാത്രമേ അത് നമുക്ക് ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. അവരെ ഒരുമിപ്പിച്ച് ഹല്ലേലൂയ അവിടെ എഴുതുകയാണ്, അവരെല്ലാരെയും കൂട്ടിക്കൊണ്ടുവരുത്തി ഹല്ലേലൂയ അവരിൽ ഒരു ശുദ്ധീകരണം ചെയ്യുന്ന ഒരു യോബിനെയാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ തലമുറകൾ നമ്മളും ഹല്ലേലൂയ പാപവും ദോഷങ്ങളും നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ അനേക രീതിമായ അശുദ്ധികൾ നമ്മുടെ മനസ്സുകളിൽ, നമ്മുടെ ദൃഷ്ടികളിൽ ഹല്ലേലൂയ വരുമ്പോൾ നമ്മൾ കർത്താവിന്റെ സന്നിധാനത്തിൽ ഓരോ ദിവസം ശുദ്ധീകരണത്തോടെ ജീവിച്ചില്ല എങ്കിൽ ഹല്ലേലൂയ വചനം പറയുന്നത്, ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധനായിരിക്കണം. ആമേൻ. ഹല്ലേലൂയ. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ സന്നിധാനത്തിൽ കടന്നു വരാൻ കഴിയുകയില്ലെന്ന് തന്നെയാണ് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം വിശുദ്ധിയുണ്ട്, എത്രത്തോളം ദൈവവചനം നമ്മൾ അനുസരിക്കാൻ തയ്യാറാണ്. ഹല്ലേലൂയ. അനേകർ മുമ്പന്മാർ പിൻപന്മാരായിക്കൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മൾ അറിയപ്പെടുന്ന അനേക ലോക പ്രശസ്തർ എന്ന് പറയുന്ന വലിയ പ്രസംഗിക്കുന്നവർ, അനേക വലിയ വലിയ നിലകളിൽ ആയിരിക്കുന്നവർ ഹല്ലേലൂയ ദൈവത്തെ വിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഹല്ലേലൂയ എന്നെ കർത്താവ് വിളിച്ചിരിക്കുന്നത് ഈ ലോകത്തിന് അനുരൂപരായി ജീവിക്കുവാനായിട്ടല്ല. ഹല്ലേലൂയ വചനം അനുസരിച്ച് അതിന് പ്രകാരം നിൽക്കുവാൻ വേണ്ടി നിനക്ക് കഴിയുന്നില്ല എങ്കിൽ ഹല്ലേലൂയ നമ്മൾ ദൈവത്തെ അറിഞ്ഞിട്ട് എത്ര വർഷമായാലും കാര്യമില്ല, എന്തൊക്കെ ശുശ്രൂഷകൾ നമ്മൾ ചെയ്താലും കാര്യമില്ല. ഹല്ലേലൂയ ദൈവം നമ്മളെ ആഗ്രഹിക്കുന്ന വിധം ഹല്ലേലൂയ വചനത്തിന്റെ പ്രകാരം ഹല്ലേലൂയ ദൈവം നമ്മളെ ഈ ദിവസങ്ങളെ ദൈവം ആഗ്രഹിക്കുന്ന ശുദ്ധീകരണത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം ഇടയാക്കി തീർക്കണം. ഹല്ലേലൂയ. അനേക സഭകളിൽ പോലും ഹല്ലേലൂയ ദൈവത്തെ ഹിതപ്രകാരമായി അല്ലെങ്കിൽ വചനത്തിലുള്ള വ്യവസ്ഥകളെ മാറ്റിക്കൊണ്ട് ശത്രു ഹല്ലേലൂയ അശുദ്ധി കടർത്തി ഹല്ലേലൂയ ദൈവ സാന്നിധ്യങ്ങളെല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഹല്ലേലൂയ നമ്മുടെ ശരീരമാണ് ഏറ്റവും വലിയ ദൈവത്തിന്റെ ആലയം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ വാഴുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ നമ്മൾ ഓരോ ദിവസം ദൈവഹിതപ്രകാരം ജീവിക്കുവാൻ, ഹല്ലേലൂയ ദൈവ സാന്നിധ്യത്തിനനുസരിച്ച് ജീവിക്കുവാൻ, ആമേൻ, ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ വീണ്ടും അവിടെ നോക്കുമ്പോൾ ഹല്ലേലൂയ അതിരാവിലെ എഴുന്നേറ്റ് ആമേൻ അവരുടെ ഹല്ലേലൂയ ഹോമയാഗങ്ങളെ കഴിക്കുവാൻ വേണ്ടി ഹല്ലേലൂയ അവനവിടെ കാര്യങ്ങളെ ക്രമീകരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് ഇടയാം. എന്റെ പുത്രന്മാർ പാപം ചെയ്തു ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയിരിക്കുമെന്ന് പറഞ്ഞ് ആളയച്ചു വരുത്തി ശുദ്ധീകരിക്കുകയും നന്നായി രാവിലെ എഴുന്നേറ്റ് അവരുടെ സംഖ്യയ്ക്ക് ഒത്തവണ്ണം ഹോമയാഗങ്ങളെ കഴിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കുന്ന ഒരു യോബിന്റെ ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ ആമേൻ തന്റെ മക്കൾക്ക് വേണ്ടി അതിരാവിലെ എഴുന്നേറ്റ് ദൈവസന്നിധാനത്തിൽ ഹോമയാഗങ്ങളെ കഴിക്കുന്ന ഒരു യോബിനെയാണ് നമ്മൾ കാണുന്നത്. ഒരുപക്ഷെ അവിടെ എഴുതിയിരിക്കുകയാണ്, അവർ പാപം ചെയ്തില്ലെങ്കിൽ തെറ്റ് ചെയ്തു എന്നല്ല, അവർ ഒരുപക്ഷെ ചെയ്തോ എന്ന്. ഹല്ലേലൂയ. ഒരുപക്ഷെ ദൈവത്തെ കുറിച്ച് എന്തെങ്കിലും അവർ ഹല്ലേലൂയ ഹിതമില്ലാത്ത കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ, അവർ ഹൃദയം കൊണ്ട് ദൈവത്തിന് വിരോധമായി നടന്നിട്ടുണ്ടെങ്കിൽ അതുപോലും ഹല്ലേലൂയ അതൊരു നിസ്സാരമായി കാണാതെ തന്റെ മക്കൾക്ക് വേണ്ടി ഹോമയാഗങ്ങൾ അർപ്പിക്കുന്ന ഒരു യോബിനെയാണ് നമ്മൾ കാണുന്നത്. ഈ ദിവസം നമ്മൾ നമ്മുടെ തലമുറകൾക്ക് വേണ്ടിയെല്ലാം പ്രാർത്ഥിക്കുന്നില്ലേ? ആമേൻ, ഹല്ലേലൂയ. ഒത്തിരി പേരോട് ചോദിച്ച എന്തിനാണ് വിവിധ പല രാജ്യങ്ങളിൽ നിന്ന് എന്തിനാണ് ഈ രാജ്യത്തേക്ക് കടന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ തലമുറകൾക്ക് നല്ലൊരു ഭാവി വേണം, അല്ലെങ്കിൽ അവർ നല്ലൊരു സ്ഥാനത്ത് എത്തണം എന്നാണ്. മാതാപിതാക്കളാണ് നമ്മൾ വിവിധ രീതിയിലുള്ള
ഹല്ലേലൂയ ആവശ്യങ്ങളിൽ നമ്മൾ ഹല്ലേലൂയ ഞെരുക്കങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുന്നത്. എന്നാൽ ഈ ലോകത്ത് നമ്മൾ അവർക്ക് ഏറ്റവും നല്ല മെഡിക്കൽ കൊടുക്കും, അവർക്ക് നല്ല ആഹാരം നമ്മൾ കൊടുക്കും, നല്ല വസ്ത്രങ്ങൾ കൊടുക്കും. എന്നാൽ എത്ര പേർക്ക് ഇന്ന് ഉറപ്പോടെ പറയാനായിട്ട് കഴിയും, ഞാൻ എന്റെ പൈതലിന് ഏറ്റവും കൂടുതൽ ദൈവത്തെ കുറിച്ചുള്ള ഒരു ജ്ഞാനം, ദൈവത്തെ കുറിച്ചുള്ള ഒരു വിവരം ഹല്ലേലൂയ ദൈവത്തെ കുറിച്ചുള്ള ആ ഒരു നോളേജ് എത്രത്തോളം ഞാൻ പകർന്നു കൊടുത്തിട്ടുണ്ട് എന്നൊരു കാര്യം നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ടതാണ്. ഹല്ലേലൂയ. നമ്മൾ അവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാലോ, ദൈവത്തെ വിട്ട് അവർ മാറിപ്പോയാൽ ആമേൻ, പിന്നെ നമ്മൾ ഇത്രത്തോളം ചെയ്തതിനൊന്നും ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല. പ്രത്യേകിച്ച് ഹല്ലേലൂയ ഈ രാജ്യങ്ങളിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഒത്തിരിയധികം ദൈവത്തിന് വിരോധമായ അനേക കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ നമ്മൾ ദൈവസന്നിധാനത്തിൽ അവരെ നയിച്ചില്ല എങ്കിൽ ശത്രു ഹല്ലേലൂയ ആരെ പിടിക്കേണ്ടുവെന്ന് ഗർജിക്കുന്ന സിംഹത്തെ പോലെ ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദുഷ്ടന്റെ കണിയിൽ ഹല്ലേലൂയ നമ്മുടെ കുഞ്ഞുങ്ങളോ നമ്മളോ ആരും അകപ്പെടാതിരിക്കണമെങ്കിൽ നമ്മൾ ഹല്ലേലൂയ വളരെയധികം ജ്ഞാനത്തോടെ വളരെയധികം സൂക്ഷ്മതയോടെ ജീവിച്ചാൽ മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. ഇവിടെ നോക്കുമ്പോൾ യോബ് നോക്കുമ്പോൾ ഹല്ലേലൂയ അവരുടെ കുഞ്ഞുങ്ങളെ മുമ്പ് വിളിച്ചിരുത്തി വലിയ പ്രസംഗമോ കൺവെൻഷനോ ഒന്നും നടത്തുകയല്ല. അവര് ദൈവത്തെ ദൈവഹിത പ്രകാരം എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിലോ എന്ന് ദൈവസന്നിധാനത്തിൽ നിരപ്പ് പ്രാപിച്ച് അവർക്ക് വേണ്ടി മധ്യസ്ഥത അണിക്കുന്ന യോബിനെ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് ഒരു പ്രിപ്പറേഷൻ ഉണ്ട്. ഹല്ലേലൂയ. ഇന്ന് പലപ്പോഴും നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോ പലരും ക്ഷീണമായി ഹല്ലേലൂയ നമുക്ക് ബാക്കിയെല്ലാം ചെയ്തപ്പോൾ നമ്മൾ തളർന്നു പോയി, വേണ്ട വിധം പ്രാർത്ഥിക്കാൻ കഴിയാതെ, വേണ്ട വിധം ആരാധിക്കാൻ കഴിയാതെ, വേണ്ട വിധം ദൈവസന്നിധാനത്തിൽ പ്രയോജനപ്പെടാൻ കഴിയാതിരിക്കുന്ന അവസ്ഥകൾ ഹല്ലേലൂയ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ നമ്മുടെ നിർജീവമായ അവസ്ഥകളൊക്കെ മാറി ഒരു പുതു ജീവന്റെ അനുഭവം ഈ ദിവസങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. യോബിന് ഒരു കാര്യം ഉറപ്പുണ്ടായിരുന്നു. ഹല്ലേലൂയ. അന്ന് കാലഘട്ടത്തിൽ ഒരു പക്ഷേ വചനമൊന്നും അവർക്ക് അത്രയധികം ലഭിക്കാത്ത ഒരു കാലഘട്ടത്തിന്റെ സമയത്തും ഹല്ലേലൂയ ഒരു പക്ഷേ നമ്മൾ എന്ന് കാണുന്ന പോലെ ദൈവദാസിമാരോ ആരും അവരെ കറക്റ്റ് ചെയ്യാൻ ഇല്ലാത്ത കാലത്തും ഹല്ലേലൂയ അത്രയധികം സമ്പത്തുണ്ടായിരുന്ന ഒരു മനുഷ്യൻ ഹല്ലേലൂയ അവിടെ നോക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ തന്റെ മക്കൾക്ക് വേണ്ടി ഏറ്റവും നല്ല മാതൃകയാണ് നമ്മൾ കാണിക്കേണ്ടത്. നമ്മുടെ കുഞ്ഞുങ്ങൾ നന്നായി വരണോ, നമ്മൾ ആദ്യം ശരിയാകേണ്ടത് ആവശ്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കണമെങ്കിൽ നമ്മൾ ആദ്യം പ്രാർത്ഥിക്കുന്നത് അവര് കാണണം. നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവവചനം വായിക്കണമെങ്കിൽ നമ്മൾ ആദ്യം വചനം മണിക്കൂറോളം വായിക്കുന്നത് അവര് കാണണം. നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത് അവരെ കാണണം. നമ്മൾ ദൈവസന്നിധിയിൽ കണ്ണുനീരൊഴുക്കുന്നത് കാണണം. എന്നാൽ മാത്രമേ ഹല്ലേലൂയ വരും കാലഘട്ടത്തിൽ അവർ ദൈവത്തിന് വേണ്ടി നിൽക്കാനായിട്ട് ഇടയായി തീരുകയുള്ളൂ. നമ്മൾ ദൈവസന്നിധാനത്തിൽ അവർക്ക് വേണ്ടി ഒരു മാതൃക നമ്മൾ കാണിച്ചില്ല എങ്കിൽ അവരൊരിക്കലും ദൈവസന്നിധാനത്തിൽ നിൽക്കുവാനായിട്ട് ഇടയായി തീരത്തില്ല. ഒരു പക്ഷെ നമ്മൾ പറയുന്നത് അവർക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേകിച്ച് ഈ രാജ്യങ്ങളിലൊക്കെ നോക്കുമ്പോൾ ഒരു പരിധി കൂടുതൽ നമുക്ക് കുഞ്ഞുങ്ങളെ ഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ ഹല്ലേലൂയ അവരുടെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ദൈവത്തെ കുറിച്ചുള്ള ഒരു ജ്ഞാനം അവരിലേക്ക് പകർന്നു കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ ഹല്ലേലൂയ ഏറ്റവും നല്ല മാതൃകയായി നമ്മൾ ജീവിച്ചു കാണിച്ചാൽ മാത്രം മതി. ഹല്ലേലൂയ അത് എത്രയധികം ദൈവത്തിന് അകന്നു പോയാലും ഹല്ലേലൂയ നമ്മുടെ ജീവിതം അവരുടെ മുമ്പിൽ എന്നും ഒരു പ്രത്യക്ഷ തെളിവായി ഒരു സാക്ഷ്യമായി നിൽക്കുമ്പോൾ അവർ എത്ര ദൈവത്തിന് അകന്നു പോയാലും ദൈവം ഒരു ദിവസം അവരെ മടക്കി കൊണ്ടുവരുത്തുക തന്നെ ചെയ്യും. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. നമ്മൾ ആരാധിക്കുന്ന സേവിക്കുന്ന കർത്താവ് ഹല്ലേലൂയ അവൻ അനീതിയുള്ള ദൈവമല്ല. ഹല്ലേലൂയ നമ്മളെ നടത്തുവാൻ ശക്തനായ കർത്താവാണ്. ഹല്ലേലൂയ നമുക്ക് അവിടെ നോക്കുമ്പോൾ വീണ്ടും അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ വീണ്ടും നോക്കുമ്പോൾ ഹല്ലേലൂയ അവിടെ സാത്താൻ കടന്നു വന്ന് യഹോവ സന്നിധിയിൽ നിൽക്കുമ്പോൾ അവരുടെ കൂട്ടത്തിൽ സാത്താനും ചെന്നു. സാത്താൻ എവിടെ നിന്ന് വരുന്നെന്ന് ചോദിച്ചതിന് സാത്താൻ യഹോവയോട് ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യഹോവ സാത്താനോട് എന്റെ ദാസനായ യോബിന്റെ മേലെ നീ ദൃഷ്ടി വെച്ചുവോ? അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തി ഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരുമില്ലല്ലോ എന്ന് അരുളി ചെയ്തു. ആദ്യം നമ്മൾ നോക്കുമ്പോൾ ആ 1-ാമത്തെ വാക്യം തുടങ്ങുന്നതിന്റെ ആമേൻ പരിശുദ്ധാത്മാവ് ഒരു ഇൻട്രൊഡക്ഷൻ അവിടെ കൊടുക്കുകയാണ്. ഇപ്പൊ 2-ാമത് നോക്കുമ്പോൾ വീണ്ടും സാത്താൻ ലോകം മുഴുവൻ ഭൂമി മുഴുവൻ ഊടാടി സഞ്ചരിച്ചുകൊണ്ട് കടന്നു വന്നിട്ട് ദൈവസന്നിധാനത്ത് നിന്നിട്ട് ചോദിക്കുവാണ് ഹല്ലേലൂയ
അപ്പം ദൈവം ചോദിച്ചു, സാത്താനെ നീ ഹല്ലേലൂയ എന്റെ ദാസനായ യോബിന്റെ മേലെ ദൃഷ്ടി വെച്ചോ എന്ന് അവിടെ ചോദിക്കുകയാണ്. ദൈവമക്കളെ, ദൈവം അറിയാതെ ഒരു ശത്രുവിനും നമ്മളെ തൊടുവാനായിട്ട് കഴിയത്തില്ല. ഹല്ലേലൂയ. ദൈവം നമ്മുടെ ചുറ്റും ഹല്ലേലൂയ പാളയമായി ഇറങ്ങി തന്റെ ഭക്തന്മാരെ അവൻ കാവലിട്ട് ഹല്ലേലൂയ ദുഷ്ടന്റെ കയ്യിൽ നിന്നു, ദുഷ്ടന്റെ കെണികളിൽ നമ്മളെ വിടുവിപ്പാൻ ശക്തനായ കർത്താവാണ്. എന്നാൽ ഹല്ലേലൂയ എത്ര പേർക്ക് ഉറപ്പുണ്ട്, എന്റെ ചുറ്റും ദൈവത്തിന്റെ വേലിയുണ്ട്. ഹല്ലേലൂയ. ദൈവം എന്റെ തലമുറകളെ എനിക്കുള്ള സകലത്തിനെയും ചുറ്റും ഹല്ലേലൂയ കർത്താവിന്റെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് എന്ന് എത്ര പേർക്ക് ഹല്ലേലൂയ ഉറപ്പുണ്ട്? ആമേൻ. ഹല്ലേലൂയ. നമ്മളൊരു പക്ഷെ ചിന്തിച്ചു നോക്കണം. ഹല്ലേലൂയ. ശത്രു എല്ലാരെയും ഒന്നും ഒരിക്കലും ആമേൻ ഹല്ലേലൂയ ദൃഷ്ടിയിട്ടൊന്നും വരത്തില്ല. ഏറ്റവും കൂടുതൽ ദൈവത്തിന്റെ അടുത്ത് നിൽക്കുന്നവരെയാണ് അവൻ ആദ്യം ദൃഷ്ടിയിടുന്നത്. ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നവരെയാണ് അവൻ ആദ്യം ദൃഷ്ടിയിടുന്നത്. ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നവരെയാണ് ആദ്യം ദൃഷ്ടിയിടുന്നത്. എന്തിനെന്ന് പറഞ്ഞാൽ ശത്രുവിന് ഒരു കാര്യം അറിയാം. ഹല്ലേലൂയ. അവന്റെ തന്ത്രങ്ങളെ ഇല്ലാതാക്കുവാൻ കഴിവുള്ള അഭിഷേകമുള്ള ദൈവമക്കൾ ഉള്ളിടത്ത് അവന്റെ ഒരു പദ്ധതികളും നടക്കത്തില്ല എന്നുള്ള ഒരു പൂർണ്ണ ഉറപ്പ് ശത്രുവിന് അറിയാം. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ ഉപവസിക്കുമ്പോൾ ഹല്ലേലൂയ പെട്ടെന്ന് അനേക പ്രതികൂലങ്ങൾ വരും, പെട്ടെന്ന് നമുക്ക് ക്ഷീണങ്ങൾ വരും, പെട്ടെന്ന് ചില രോഗങ്ങൾ വരും, ജോലി സ്ഥലങ്ങളിൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, ഹല്ലേലൂയ ശത്രുവിന് നമ്മളെ ഹല്ലേലൂയ ടെമ്പററി ആയിട്ട് തൊടുവാനായിട്ട് കഴിയത്തുള്ളൂ. എന്തെന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ നമ്മുടെ മേലെ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ കരം, നമ്മുടെ മേലെ പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തിയാൽ ഹല്ലേലൂയ വചനം പറയുന്നത് നിങ്ങൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, ഹല്ലേലൂയ വാഴ്ചകളോടും അധികാരികളോടും ഹല്ലേലൂയ ഈ ലോകത്തിന്റെ ദുഷ്ടാത്മ സേനകളോടും ഹല്ലേലൂയ നമ്മൾ ജയം പ്രാപിക്കണമെങ്കിൽ ഈ ബലം പോരാ, ഈ ശക്തി പോരാ, ഹല്ലേലൂയ ഈ പ്രാർത്ഥനാ ജീവിതം പോരാ, ഈ ആരാധന പോരാ. ഹല്ലേലൂയ. ഇത് ഓക്സിജൻ ദൈവസന്നിധിയിൽ ആയിരിക്കുന്നവർ ദൈവത്തെ വേണ്ടും വിധം ആരാധിച്ച് പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആരോഗ്യത്തോടും ദൈവസന്നിധിയിൽ നിന്നാൽ മാത്രമേ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ നമുക്ക് ഉയരുവാനായിട്ട് കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. നമുക്ക് വീണ്ടും നമ്മൾ അതിന്റെ വാക്യങ്ങളെ താഴോട്ട് നോക്കുമ്പോൾ ഹല്ലേലൂയ എപ്രകാരമാണ് ഓരോ പ്രതിസന്ധികൾ തന്റെ ജീവിതത്തിൽ വന്നത്. സാത്താൻ പറഞ്ഞു, നീ വേലിയിട്ട് സൂക്ഷിച്ചത് കൊണ്ടാണ് ഹല്ലേലൂയ അവൻ ദൈവത്തെ ആരാധിക്കുന്നത്, ഇല്ലെങ്കിൽ നീ ഇത്രയധികം സമ്പത്ത് കൊടുത്തത് കൊണ്ടാണ് ഹല്ലേലൂയ യോബ് നിന്നെ ആരാധിക്കുന്നത്. ആദ്യം ഹല്ലേലൂയ ആ യോബിനുണ്ടായിരുന്ന ദൈവിക പ്രൊട്ടക്ഷൻ ഹല്ലേലൂയ അത് മാറ്റിക്കളയുവാനായിട്ട് ഇടയായി തീർന്നു. ആ വേലി പൊളിച്ചു മാറ്റുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ. അന്നേരം ഹല്ലേലൂയ തന്റെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വന്നപ്പോഴും ഹല്ലേലൂയ യോബ് ദൈവത്തെ വിടാതെ മുറുകെ പിടിച്ചു എന്ന് നമുക്ക് വചനത്തിൽ നമുക്ക് വായിക്കുമ്പോൾ കാണാം. വീണ്ടും പറഞ്ഞു, നീ അവൻ ഇത്രയധികം സമ്പത്തെല്ലാം കൊടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് അവൻ ഹല്ലേലൂയ നിന്നെ ആരാധിക്കുന്ന സേവിക്കുന്ന. ഇതൊക്കെ മാറ്റിക്കളഞ്ഞാൽ അവൻ തന്റെ വിശ്വാസം ത്യജിച്ചു കളഞ്ഞു പോകുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അവിടെ നോക്കുമ്പോൾ അതും ഹല്ലേലൂയ ആ സമ്പത്ത് മുഴുവനും ഹല്ലേലൂയ ആ ശത്രു എടുത്ത് കളയുവാനായിട്ട് ഇടയായി തീർന്നു. നമുക്ക് വീണ്ടും നോക്കുമ്പോ ഹല്ലേലൂയ 19ാമത്തെ വാക്യത്തിലൊക്കെ നോക്കുമ്പോ തന്റെ തലമുറകളും അവിടെ ഹല്ലേലൂയ ശത്രു ഇല്ലാതാക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ ശത്രു 20ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, അപ്പോൾ യോബ് എഴുന്നേറ്റ് വസ്ത്രകീറി തലതിരച്ച് സാഷ്ടാംഗം വീണ് ഹല്ലേലൂയ ദൈവത്തെ ആരാധിക്കുന്നത് നമുക്കവിടെ കാണുവാനായിട്ട് ഇടയായി തീരും. ആമേൻ. അവിടെ പറയുന്നത്, ഞാൻ നഗ്നനായി ഞാൻ എന്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു, നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവന് നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. അതിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഒരു പക്ഷെ നിങ്ങളെ ഇന്നിരിക്കുന്ന ഈ ജോലി നഷ്ടപ്പെട്ടാൽ, ഇന്ന് നിങ്ങൾക്കുള്ള ഈ ആരോഗ്യം നഷ്ടപ്പെട്ടാൽ, നിങ്ങളുടെ കുടുംബങ്ങളും നിങ്ങളുടെ തലമുറകളും നഷ്ടപ്പെട്ടാൽ, എത്ര പേർക്ക് ഉറപ്പോടെ പറയാനായിട്ട് കഴിയും, എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ഹല്ലേലൂയ അപ്പാ ഞാൻ നിന്നെ വിട്ട് പിന്മാറുകയില്ല കർത്താവേ, നീ എന്റെ ജീവിതത്തിൽ ദോഷമായി ഒന്നും ചെയ്യുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ളൊരു ഉറപ്പും ധൈര്യവും എത്ര പേരുടെ ഹൃദയത്തിലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തന്റെ മക്കൾ 10 പേരെയും ഹല്ലേലൂയ ഇങ്ങനെ നിരത്തി ഹല്ലേലൂയ മരിച്ച നിലയിൽ വെച്ചിരിക്കുമ്പോൾ അതിന്റെ മുമ്പിലും ദൈവത്തെ ആരാധിക്കുന്ന ഒരു യോബിനെയാണ് കാണുന്നത്. ഒരു പക്ഷെ മാനസികമായി നമ്മൾ നോക്കുമ്പോൾ ഒരു വലിയ സമ്പന്നനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഹല്ലേലൂയ. അവന് കുറെ കഷ്ടം വന്നു. ആദ്യം സമ്പത്തുണ്ടായിരുന്നു, പിന്നെ കുറെ കഷ്ടം വന്നു, പിന്നെ ദൈവം കുറെ മടക്കി പിന്നെ വീണ്ടും അനുഗ്രഹിച്ചു കൊടുത്തു എന്നൊരൊറ്റ വാക്കിൽ അത് പറഞ്ഞു തീർക്കാനായിട്ട് കഴിയത്തില്ല. അത്രയധികം
എത്രയധികം ഹല്ലേലൂയ വളരെ വ്യക്തമായ ആത്മിക കാഴ്ചപ്പാടും വളരെ ഉറപ്പുള്ള വിശ്വാസവും ഹല്ലേലൂയ ദൈവത്തിനു വേണ്ടി സകലവും അർപ്പിച്ച ഹല്ലേലൂയ ഒരു ഭക്തൻ തന്നെയായിരുന്നു യോബ് എന്ന ഇഷ്ടംപോലെ തെളിവുകൾ ഹല്ലേലൂയ നമുക്ക് വചനത്തിൽ വായിക്കാനായിട്ട് കഴിയും. ഹല്ലേലൂയ അവിടേക്ക് നോക്കുമ്പോ ആമേൻ ഹല്ലേലൂയ വീണ്ടും ഓരോ കാര്യങ്ങൾ ചെയ്തു. ആമേൻ തന്റെ കൂടെയുള്ളതെല്ലാം തനിക്ക് നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ ഒരു ദിവസം തന്റെ ഭാര്യ വന്നിട്ട് പറഞ്ഞു, നീ ദൈവത്തെ ത്യജിച്ച് വിശ്വാസം ത്യജിച്ച് ഹല്ലേലൂയ നീ എവിടെയെങ്കിലും പോയി ചത്തൂടെ എന്ന് ചോദിച്ചു പോകുവാനായിട്ട് ഇടയായിത്തീരുന്നു. ഹല്ലേലൂയ ഈ ലോകത്തിലെ ബന്ധങ്ങളൊക്കെ അത്രേ ഉള്ളൂ കേട്ടോ. ഹല്ലേലൂയ നമുക്കൊരു പക്ഷെ ചില രോഗങ്ങൾ വരുമ്പോൾ, നമുക്ക് സാമ്പത്തികം ഇല്ലാതെ വരുമ്പോൾ, ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ചില കുറവുകളൊക്കെ വരുമ്പോൾ, ഹല്ലേലൂയ നമ്മളെ കുറ്റങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി ഓരോരുത്തരും നമ്മളെ വിട്ടു പോകും. എന്നാൽ ഹല്ലേലൂയ ഏത് സാഹചര്യത്തിലും നമ്മളെ വിട്ടുപോകാത്ത ഹല്ലേലൂയ ഒരേ ഒരു ദൈവപാദം എടുത്ത് നമ്മൾ ആയിരിക്കുമ്പോൾ, ഹല്ലേലൂയ നമ്മൾ എത്രയൊക്കെ ഒറ്റപ്പെട്ടാലോ ആരൊക്കെ നമ്മുടെ കൂടെ ഇല്ലെങ്കിലും, ഹല്ലേലൂയ ഹല്ലേലൂയ ഏത് കാര്യാഗ്രഹത്തിന്റെ ഉള്ളിലോ ഇറങ്ങി വരാൻ കഴിവുള്ള ദൈവത്തിന്റെ സാന്നിധ്യം, ഹല്ലേലൂയ ഏത് എരിയുന്ന തീച്ചൂളയുടെ നടുവിലോ തന്റെ മക്കൾക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ സാന്നിധ്യം, ഹല്ലേലൂയ അത് അനുഭവിച്ചറിഞ്ഞ ദൈവമക്കൾക്ക് കൃത്യമായിട്ട് അറിയാം. ഹല്ലേലൂയ എന്തൊക്കെ പ്രതികൂലങ്ങൾ എന്റെ ജീവിതത്തിൽ വന്നാലും എന്റെ കർത്താവ് എന്റെ കൂടെ ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ അവനൊന്നും ദോഷമായി എനിക്ക് വേണ്ടി ചെയ്യുകയില്ല എന്നുള്ള ഉറപ്പും ധൈര്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീരും. നമ്മൾ വീണ്ടും നോക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ തന്റെ സ്നേഹിതന്മാരെല്ലാം കടന്നു വന്ന് ഹല്ലേലൂയ അവിടെ തനിക്ക് ഹല്ലേലൂയ ഒരു ആശ്വാസത്തിന്റെ വാക്ക് പറയുമെന്ന് അവർ വിചാരിച്ചു. എന്നാൽ നോക്കുമ്പോൾ ഹല്ലേലൂയ അവരും പലവിധമായ കാര്യങ്ങൾ പറഞ്ഞ് ഹല്ലേലൂയ തന്നെ കുത്തി നോവിക്കുന്ന ഹല്ലേലൂയ അവിടെ പറയുന്ന ഹല്ലേലൂയ ദുഃഖിപ്പിക്കുന്ന ആശ്വാസകർ ഹല്ലേലൂയ എന്ന് തന്നെയാണ് പറയുന്നത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഒരു പക്ഷെ നമ്മൾ നിരാശയിലൂടെ കടന്നു പോകുമ്പോൾ, ഒരു പക്ഷെ നമ്മൾ ദുഃഖത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കും ഹല്ലേലൂയ നമ്മുടെ കൂടപ്പറപ്പുകൾ, നമ്മുടെ സ്നേഹിതർ, ഹല്ലേലൂയ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ, ഹല്ലേലൂയ അവരൊരു പക്ഷെ നമുക്ക് ആമേൻ ഹല്ലേലൂയ ആശ്വാസ വാക്കുകൾ അവർ തരും. നമ്മുടെ കുടുംബക്കാർ, നമ്മുടെ ദേശക്കാർ, നമ്മുടെ ചാർച്ചക്കാർ ആരെങ്കിലും ഒക്കെ നമ്മുടെ സഹായത്തിന് വരും. നമ്മുടെ തലമുറകൾ എല്ലാം വരുന്നു വിചാരിക്കുക. എന്നാൽ ഹല്ലേലൂയ ഒരു പക്ഷെ അവരിൽ നിന്ന് നമുക്ക് പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാളും അധികമായി നമ്മളെ ഹൃദയം കീറി മുറിക്കുന്നതായ വാക്കുകൾ ഹല്ലേലൂയ കടന്നു വരുമ്പോഴും ഹല്ലേലൂയ ആമേൻ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അവരോട് ആരോടും ഒരു പ്രതികാരമില്ലാതെ ഹല്ലേലൂയ എത്രയധികം കീറി മുറിക്കുന്ന വാക്കുകളാണ് അവിടെ തന്നെ. അതൊക്കെ നമ്മൾ വായിക്കാൻ നോക്കിയാൽ വളരെ നമുക്ക് വേദന നമുക്ക് കണ്ടോ ഇല്ലെങ്കിൽ അത് വെറുതെ വായിച്ചു പോകുവാനായിട്ട് കഴിയത്തില്ല. അത്രയും വേദനിപ്പിക്കുന്ന വാക്കുകൾ തന്റെ ഹല്ലേലൂയ സ്നേഹിതർ അവിടെ പറയുമ്പോൾ ഹല്ലേലൂയ അവിടെ ഇവിടെ വചനം പറയുന്നത് യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. മുമ്പേ ഉണ്ടായിരുന്നതിനൊക്കെയും യഹോവ യോബിന് ഇരട്ടിയായി കൊടുത്തു. ആമേൻ ഹല്ലേലൂയ പലപ്പോഴും നമ്മൾ നോക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങളും ദുഃഖങ്ങളൊക്കെ നമുക്കുണ്ടല്ലോ ഹല്ലേലൂയ. അപ്പം നമ്മളെ വിചാരം നമ്മുടെയാണ് ഏറ്റവും വലിയ കഷ്ടം, നമ്മളാണ് ഏറ്റവും വലിയ പ്രതികൂലത്തിലിരിക്കുന്നതെന്ന് ഓർത്തിട്ട് പലപ്പോഴും നമ്മൾ ചുറ്റുവട്ടതുപോലെ തല ഉയർത്തി നോക്കാൻ ഹല്ലേലൂയ നമ്മൾ ശ്രമിക്കാറില്ല. എന്നാൽ ഹല്ലേലൂയ നമ്മുടെ നമ്മൾ ജോലി ചെയ്യുന്ന ചുറ്റുപാടുകളിൽ, നമ്മൾ താമസിക്കുന്ന ചുറ്റുപാടുകളിൽ ഹല്ലേലൂയ ഒത്തിരി അധികം കണ്ണുനീരിലൂടെ കടന്നു പോകുന്നവരുണ്ട് കേട്ടോ. ഹല്ലേലൂയ ഒരുപക്ഷെ പുറമേ ഒരു മേക്കപ്പ് ഇട്ടിട്ടുണ്ടാവും, ഒരുപക്ഷെ പുറമെ നല്ല വസ്ത്രങ്ങൾ ഇട്ടിട്ടുണ്ടാവും, ഒരുപക്ഷെ പുറമെ അവർക്ക് നല്ല വാഹനങ്ങൾ ഉണ്ടാകും. എന്നാൽ ഹല്ലേലൂയ ഒരു രാത്രി പോലും സമാധാനത്തോടെ ഉറങ്ങുവാൻ കഴിയാതെ ഹല്ലേലൂയ വിതുമ്പി ഹല്ലേലൂയ ഞെരുങ്ങി ഹല്ലേലൂയ ജീവിക്കുന്ന ഒരു കൂട്ടം ജനത്തിന് നടുവിലാണ് ഞാൻ ജീവിക്കുന്നത്. ഹല്ലേലൂയ നമ്മൾ ദൈവത്തിന് വേണ്ടി യഥാർത്ഥമായി നിൽക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ വിഷയങ്ങളൊക്കെ കുറച്ച് നേരത്തേക്ക് മാറ്റിവെച്ച്, നമ്മുടെ പരിഭവങ്ങളും പരാതികളൊക്കെ മാറ്റിവെച്ച് ഹല്ലേലൂയ ഇന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് ശക്തവും വ്യക്തമായി ഇന്ന് ഉച്ചയ്ക്കുള്ള സമയത്തിൽ ഇടപെടുകയാണ്. ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ വിഷയങ്ങളൊക്കെ മറന്നു വെച്ച് കണ്ണുനീരിലായിരിക്കുന്ന, ദുഃഖത്തിലായിരിക്കുന്ന, പ്രതികൂലത്തിലായിരിക്കുന്ന ഹല്ലേലൂയ നിന്റെ കൂട്ട സഹോദരങ്ങൾക്ക് വേണ്ടി, നിന്റെ കൂടെ ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ഹല്ലേലൂയ നിന്റെ സ്ഥിതിക്ക് ഒരു ഭേദം വരുത്തുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തിലാണ് ഞാനും നീയും ആയിരിക്കുന്നത്. ഹല്ലേലൂയ നമ്മൾ കർത്താവിന്റെ സ്വഭാവം നോക്കിയാൽ അവനിൽ ഉണ്ടായിരുന്ന ഏറ്റവും കൂടുതൽ നല്ല സ്വഭാവം എന്ന് പറഞ്ഞ സ്നേഹം തന്നെയാണ്. ഹല്ലേലൂയ ഒരിക്കലും ഹല്ലേലൂയ തന്റെ ചുറ്റുപാട്
ബലഹീനതയോടുള്ളവർക്ക് എപ്പോഴും ഹല്ലേലൂയ രോഗികളെ സൗഖ്യമാക്കുകയും ഭാരമുള്ളവരെ ചേർത്ത് പിടിക്കുകയും ഹല്ലേലൂയ അവരെ ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്ത ഹല്ലേലൂയ കർത്താവിന്റെ പാദമെടുത്ത് ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുന്ന നമ്മളുടെ ഉള്ളിൽ എത്രയധികം ദൈവ സ്നേഹമുണ്ട്. ഹല്ലേലൂയ ആമേൻ. ഒരുപക്ഷെ നമ്മുടെ കൂടെയുള്ളവർ ദൈവത്തെ അറിയാത്തവരായിരിക്കാം. ഹല്ലേലൂയ. ഒരുപക്ഷെ നമ്മളെ തന്നെ പലവിധമായ വേദനകൾ തന്നവരായിരിക്കാം, നമ്മളെ വാക്കുകളാൽ മുറിവേറ്റിപ്പെടുത്തിയവരായിരിക്കാം. എന്നാൽ ഇന്ന് ഉച്ചയ്ക്ക് സമയത്ത് ദൈവത്തിന് നമ്മളോട് പറയുവാനായിട്ടുള്ളത് ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തിൽ ഒരു വാശിയോ ഒരു വൈരാഗ്യമോ ഒരു പടക്കവും വെച്ച് ഹല്ലേലൂയ ദൈവസന്നിധാനത്തിൽ നമുക്ക് നിൽക്കുവാൻ യാതൊരു പ്രാഗൽഭ്യവും ഉണ്ടാത്ത ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി ഹല്ലേലൂയ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, നമ്മളെ വേദനിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഹല്ലേലൂയ ദൈവത്തെ അറിയാതെ നമ്മുടെ കൂട്ടത്തിലുള്ള അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഈ ദിവസങ്ങൾ നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ ഹല്ലേലൂയ നമ്മൾ ഏത് വിഷയത്തിലാണോ ഭാരപ്പെടുന്നത് ആമേൻ ഹല്ലേലൂയ അതിലെല്ലാം ഹല്ലേലൂയ ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരുവാനായിട്ട് ഇടയായിത്തീരും. ഒരിക്കലും ഹല്ലേലൂയ പ്രവർത്തിപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ കൈ കുറുതായിട്ടില്ല. ഹല്ലേലൂയ കേൾപ്പാൻ കഴിയാതെ വണ്ണം കർത്താവിന്റെ ചെവി മന്ദമായിട്ടില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ചില കുറവുകൾ, നമ്മുടെ ജീവിതത്തിൽ ചില പാപങ്ങൾ ഹല്ലേലൂയ നമുക്കും ദൈവത്തിന്റെ ഇടയ്ക്ക് വന്ന് നമ്മുടെ അനുഗ്രഹങ്ങൾ തടഞ്ഞ് ഹല്ലേലൂയ നമ്മുടെ നന്മകൾ തടഞ്ഞ് നമ്മുടെ ആത്മിക കാഴ്ചപ്പാടുകളെ മാറ്റി നമ്മുടെ കണ്ണീരിട്ടാക്കി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അത് കണ്ട് തിരിച്ചറിയാതെ നടക്കുമ്പോൾ ഹല്ലേലൂയ ഇത് ദൈവം നമ്മളോട് ഇടപെടുന്നത് എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തെ പ്രകാശമാക്കിക്കൊണ്ട് നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണുകളെ തുറക്കുവാൻ ഹല്ലേലൂയ ഈ ദിവസങ്ങൾ നമ്മൾ ദൈവത്തോട് ചോദിക്കണം. ഹല്ലേലൂയ പ്രതികൂലത്തെ കണ്ട് ഭയപ്പെടുവാനായിട്ടല്ല, അതിനു മേലെ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ കരം ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഈ ദിവസങ്ങൾ മുമ്പോട്ട് പോകുവാനായിട്ട് കഴിയത്തുള്ളൂ. ആമേൻ ഹല്ലേലൂയ. 42-ാമത്തെ വാക്യത്തിന്റെ ഹല്ലേലൂയ 12-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ യഹോവ യോബിന്റെ പിൻകാലത്തെ അവന്റെ മുൻകാലത്തിനേക്കാളും അധികം അനുഗ്രഹിച്ചു. ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ വിവിധമായ ശോധനകളിലൂടെ പരിശോധനകളിലൂടെ നമ്മൾ കടന്നു പോകും. എന്നാൽ ഹല്ലേലൂയ ഹല്ലേലൂയ വചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, നീ എന്നെ ശോധന ചെയ്താൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. ഹല്ലേലൂയ. ദൈവം നമ്മളിലുള്ള എത്രത്തോളം വിശ്വാസമുണ്ട്, എത്രത്തോളം ദൈവ സ്നേഹമുണ്ട്, എത്രത്തോളം പ്രത്യാശയുണ്ടെന്ന് അറിയുവാൻ വിവിധ രോഗങ്ങൾ ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോ അതിലെല്ലാം നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുത്തി ഹല്ലേലൂയ ഒരു വട്ടപൂജ്യമായി തലതാഴ്ത്തി ദൈവസന്നിധിയിൽ നിൽക്കുവാനല്ല കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പ്രതികൂലങ്ങളുടെ നടുവിൽ ദൈവത്തിന് വേണ്ടി ശക്തമായി നിൽക്കാൻ തയ്യാറാണെങ്കിൽ എന്തൊക്കെ നമുക്ക് നഷ്ടമായാലും ഹല്ലേലൂയ അതിനെ ഇരട്ടിയായിട്ട് ഹല്ലേലൂയ ദൈവം നമ്മളെ അനുഗ്രഹിക്കുവാൻ ശക്തനായ കർത്താവാണ്. ഹല്ലേലൂയ ദൈവത്തെ അവന്റെ മുഖം നോക്കിയ പ്രകാശിതരായി അവരിൽ ലജ്ജിച്ചു പോയതുമില്ല എന്ന് നമ്മൾ വചനത്തിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നവനായ ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ഹല്ലേലൂയ നമ്മൾ ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് സ്നേഹിതർ നഷ്ടപ്പെടും, ഒരുപക്ഷെ നമുക്ക് ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു വരാം, ഒരുപക്ഷെ നമ്മുടെ ശരീരത്തിൽ ക്ഷീണങ്ങൾ രോഗങ്ങൾ വന്നു വരാം. എന്നാൽ ഹല്ലേലൂയ നമ്മൾ ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ദൈവവേല ചെയ്യുമ്പോൾ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറായാൽ ഹല്ലേലൂയ നമ്മൾ ഇതുവരെ കാണാത്ത അനുഗ്രഹങ്ങൾ ഹല്ലേലൂയ തന്റെ മക്കൾക്ക് വേണ്ടി അവൻ കരുതി വെച്ചിരിക്കുന്ന ദൈവികമായ നിക്ഷേപങ്ങളും ദൈവികമായ നിധികളും ഹല്ലേലൂയ കർത്താവ് നമുക്ക് തരുവാനായിട്ട് തന്നെ ഇടയായി തീരും. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. ഒത്തിരിയധികം വലിയ ആമേൻ ഇഷ്ടമുള്ള സമ്പത്തോ കാര്യങ്ങളോ ഒന്നും ഹല്ലേലൂയ എടുക്കാതെ ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച മാതാപിതാക്കളുടെ ഹല്ലേലൂയ ഹല്ലേലൂയ മൂത്ത പൈതലായി ഞാൻ വന്നപ്പോൾ ഹല്ലേലൂയ ഞങ്ങൾ 3 പെൺപിള്ളേരാണ്. ഹല്ലേലൂയ അനേകർ ചോദിച്ചു എങ്ങനെ പഠിപ്പിക്കും, എങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് ചോദിച്ചു. എന്നാൽ 3 പേരും ഹല്ലേലൂയ ഡോക്ടേഴ്സായി ഗ്രാജുവേറ്റ് ചെയ്യുവാൻ ഇടയായി തീർന്നു. ആമേൻ ഹല്ലേലൂയ. ഇന്ന് വരെ ഹല്ലേലൂയ ഒരു മനുഷ്യന് മുമ്പിൽ പോയി കൈ നീട്ടാനുള്ള അവസരം ദൈവം ഇടയാക്കിയിട്ടില്ല. ഹല്ലേലൂയ എല്ലാത്തിനേക്കാളും ഉപരിയായി ദൈവത്തിന് വേണ്ടി ശക്തമായി നിൽക്കുവാൻ ഹല്ലേലൂയ അനേകർ ഹല്ലേലൂയ തങ്ങളുടെ വിശ്വാസം ത്യജിച്ച് തങ്ങളുടെ വിശ്വാസം ക്ഷീണിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി ശക്തമായി നിൽക്കുവാൻ പ്രാഗൽഭ്യത്തോടെ നിൽക്കുവാൻ ഹല്ലേലൂയ
ഹല്ലേലൂയ. ദൈവം ഞങ്ങളെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, നമ്മൾ ഓരോരുത്തരെ കുറിച്ചോ ദൈവത്തിനൊരു വലിയ പദ്ധതി ഉണ്ട് കേട്ടോ. ഹല്ലേലൂയ. അത് മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ അത് കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കത്തുള്ളൂ. അത് വിശ്വസിക്കുന്നവർക്ക് മാത്രമേ അത് വെളിപ്പെടുത്തി കൊടുക്കത്തുള്ളൂ. ഒരു പക്ഷെ നമുക്ക് ജ്ഞാനമില്ലായിരിക്കാം, ഒരു പക്ഷെ നമുക്ക് കഴിവില്ലായിരിക്കാം, ഒരു പക്ഷെ അല്ലെങ്കിൽ നമുക്ക് ലോകപരമായി പറയത്തക്ക ഒരു കാര്യങ്ങളും ഇല്ലായിരിക്കാം. എന്നാൽ വചനം പറയുന്നത് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ, നമ്മുടെ മേൽ ബലഹീനങ്ങളുടെ മേലെ തിരിഞ്ഞു വരുന്ന ദൈവത്തിന്റെ ബലം ഹല്ലേലൂയ നമ്മൾ അനുഭവിച്ചറിയുമ്പോൾ മാത്രമേ ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി നമുക്ക് ജീവിക്കുവാൻ കഴിയത്തുള്ളൂ. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. ഹല്ലേലൂയ. നമ്മൾ ദൈവസന്നിധാനത്തിൽ കടന്നു വരുമ്പോൾ നമ്മൾ ഇന്ന് വായിച്ച പ്രകാരം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്ഥാനം നമ്മൾ എന്തിനാണ് കൊടുത്തിരിക്കുന്നത്? ഒരു പക്ഷേ ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി അല്ല എങ്കിൽ ഹല്ലേലൂയ ഒരു ഓട്ടസഞ്ചി ഇടുന്ന പോലെ നമ്മുടെ അധ്വാനം മുഴുവൻ അതുവഴി പോകുവാനായിട്ട് ഇടയായിത്തീരും. നമുക്ക് രോഗങ്ങൾ വന്ന് നമ്മുടെ ശരീരങ്ങളെ ക്ഷീണപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരും. ഒന്നിനു പുറകെ ഹല്ലേലൂയ നമുക്ക് എഴുന്നേറ്റ് നൂർന്ന് നിൽക്കുവാൻ കഴിയാതെ വണ്ണം വിവിധമായ പ്രതികൂലങ്ങൾ ആഞ്ഞടിച്ച് ഹല്ലേലൂയ ഓരോ ദിവസം നമ്മൾ ഇതുപോലെ താന്ന് നിരാശരായി തീരുന്ന ആരെങ്കിലും ഇന്ന് ഉച്ചക്കുള്ള സമയം നീ കേൾക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ എല്ലാ കാര്യത്തിനേക്കാളും ഉപരിയായി നമുക്ക് ദൈവസന്നിധാനത്തിൽ പറയുവാനായിട്ട് കഴിയണം. അപ്പാ ഈ ലോകത്തിനേക്കാളും ഹല്ലേലൂയ എന്റെ ജോലിയെക്കാളും എന്റെ ആരോഗ്യത്തിനേക്കാളും എനിക്ക് തന്നത് എല്ലാത്തിനേക്കാളും ഹല്ലേലൂയ അപ്പച്ചന് വേണ്ടി ഞാൻ ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ നമുക്ക് തന്നിരിക്കുന്ന ഈ ആരോഗ്യവും നമുക്ക് തന്നിരിക്കുന്ന ഈ ജോലിയും നമുക്ക് ഇന്ന് തന്നിരിക്കുന്ന ഈ സാഹചര്യങ്ങളൊക്കെ ഒരിക്കലും നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ പ്രാപ്തി കൊണ്ടോ ഒന്നും നമ്മൾ ഉണ്ടാക്കിയതാണെന്ന് ഒരിക്കൽ പോലും നമ്മൾ പറയരുതേ. ഹല്ലേലൂയ നമ്മൾ ഈ ദേശത്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ യോഗ്യതയല്ല, നമ്മുടെ കഴിവല്ല, പ്രാപ്തിയല്ല, അതിന്റെ പുറകിൽ വ്യാപരിച്ച ഒരു ദൈവത്തിന്റെ കരമുണ്ട്. ഹല്ലേലൂയ. എത്ര പേര് മനസ്സിലാക്കുന്നു? വചനം പറയുന്നത് വിശ്വസിച്ചാൽ ദൈവ മഹത്വം കാണും. ഹല്ലേലൂയ. വിശ്വാസത്തോടെ ഹല്ലേലൂയ നമ്മൾ ദൈവമാതൃത്വങ്ങൾ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ എത്ര പേർക്ക് പറയാനായിട്ട് കഴിയണം, അപ്പാ എന്റെ വിശ്വാസം നീ വർദ്ധിപ്പിക്കണേ കർത്താവേ. ഈ പുതുവർഷത്തിൽ കർത്താവേ ഞാൻ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ നിന്നെല്ലാം മാറി കർത്താവേ. ഹല്ലേലൂയ ഒരു ആത്മാവിൽ പുതുക്കം പ്രാപിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അപ്പാ കാര്യം ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഒരു ചടങ്ങ് പോലെ വരുവാനായിട്ടല്ല കർത്താവേ, ഒരു പേരിന് വേണ്ടി ഒരു മീറ്റിംഗ് നടത്തുവാനായിട്ടല്ല കർത്താവേ, ഒരു പേരിന് വേണ്ടി ഒരു പ്രസംഗം കേൾക്കണം എന്നല്ല കർത്താവേ. ഹല്ലേലൂയ യഥാർത്ഥമായ ഹൃദയത്തിന്റെ ആഴങ്ങളെ ഒരു രൂപാന്തര വിശ്വാസങ്ങൾ ഉണ്ടാകട്ടെ കർത്താവേ. ഹല്ലേലൂയ ഞങ്ങളെ ബന്ധങ്ങൾ മഴക്കങ്ങൾ ക്ഷീണങ്ങൾ തകർച്ചകൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവേ ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ അപ്പ എസെക്കിയേലിൽ കാണിച്ച കർത്താവേ ആ ദർശനം പോലെ ഹല്ലേലൂയ ഉണങ്ങിയിരിക്കുന്ന അസ്ഥികളുടെ മേലെ ഹല്ലേലൂയ ദൈവത്തിന്റെ ശ്വാസം ഊതിയപ്പോൾ അവരെ എഴുന്നേറ്റ് കർത്താവേ ഒരു സൈന്യമായതുപോലെ ഹല്ലേലൂയ അപ്പ ഉണങ്ങി കർത്താവേ ഒന്നിനൊന്നൊരു ബന്ധമില്ലാതെ കർത്താവേ ഹല്ലേലൂയ വിവിധ രീതിയിൽ കർത്താവേ ജീവിക്കുന്ന ഞങ്ങൾ ഓരോ ഹൃദയങ്ങളെയും കർത്താവേ ഈ വർഷങ്ങളിൽ ചേർത്ത് നിർത്തി കർത്താവേ പരിശുദ്ധാത്മാവ് ഞങ്ങളെ പണിത് കർത്താവേ ഹല്ലേലൂയ ഞങ്ങൾ എഴുന്നേൽപ്പിച്ച് നിവർന്ന് നിൽക്കത്തക്ക രീതിയിൽ കർത്താവേ ഒരു ദൈവ പ്രവൃത്തി നടക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവമേ മീറ്റിംഗ് നടത്തുന്ന മകൾക്കായ സ്തോത്രം കർത്താവേ. മുതൽ അഭിഷേകത്താൽ മറക്കണേ കർത്താവേ. അറ്റൻഡ് ചെയ്യാൻ കടന്ന ഓരോ ദിന മക്കൾക്കായ സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കുന്ന കർത്താവേ. നിന്റെ വചനത്തിൽ ഞങ്ങൾ വായിക്കുന്ന പ്രകാരം കർത്താവേ ഹല്ലേലൂയ ദൈവത്തെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ഹൃദയത്തോടെ സേവിക്കുവാൻ സ്നേഹിക്കുവാൻ കർത്താവേ ദൈവമേ ഇടയാക്കണേ പ്രാർത്ഥിക്കുന്നപ്പ ഞങ്ങളുടെ തലമുറകൾ ആരും നശിച്ചു പോകുവാൻ നീ അനുവദിക്കണേപ്പാ. ഞങ്ങളെ കുറിച്ചുള്ള ദൈവ ഇഷ്ടം എന്തെന്ന് മനസ്സിലാക്കി കർത്താവേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ ഏറ്റവും നല്ല മാതൃകയായി തീരുവാനപ്പാ. ഈ ലോകത്തെ എല്ലാത്തിനേക്കാളും ഉപരിയായി കർത്താവേ അപ്പാ ദൈവ സാന്നിധ്യത്തിലപ്പാ ദൈവ കൃപയിൽ അവരെ വളർത്തുവാനപ്പാ ദൈവമേ ഞങ്ങൾ ഇടയാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഞങ്ങൾ ആക്കി വെച്ച ജോലി സ്ഥാപനങ്ങളിൽ കർത്താവേ ഞങ്ങളെ ആക്കി വെച്ച ദേശത്ത് കർത്താവേ ദൈവത്തിന്റെ വെളിച്ചമായി ദൈവത്തിന്റെ സാക്ഷികളായി ഞങ്ങൾ നിൽക്കുവാനപ്പാ. ഹല്ലേലൂയ ദൈവമേ സഹായിക്കുന്ന ഓർത്ത് സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ നമുക്ക് താലന്തുകൾ കർത്താവേ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ ഇടയാക്കണ കർത്താവേ. അപ്പാ ഇതിലെ ഈ മീറ്റിംഗിനെ വർദ്ധിപ്പിക്കണ കർത്താവേ. അനേകർ ഇത് മുഖാന്തരം ദൈവത്തെ അറിയുവാനപ്പാ ദൈവമേ ഇടയാക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നപ്പാ. ഹല്ലേലൂയ ദൈവവചനം കേൾക്കുന്നവരെ അതിന് പ്രകാരം ജീവിക്കുന്നവരായി തീരുവാൻ
തീരുവാൻ ദൈവമേ എന്നെ സഹായിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാ വിഷയങ്ങളും അപ്പത്തിന്റെ പൊന്നു ബാധപീഠങ്ങളെ ഏൽപ്പിക്കുന്നപ്പ ഇത്രത്തോളം നീ സഹായിച്ചതിനായി സ്തോത്രം കർത്താവേ. വീണ്ടും കൃപയിൽ പൊതിയണേ, അനുഗ്രഹിക്കണേ, ആശ്വദിക്കണേ അപ്പ. പ്രാർത്ഥനയുടെ ആശ്വദിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സദാ ഞാൻ ജീവൻ അർപ്പിച്ച യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഇതുവരെ സമയം അനുവദിച്ച് ലിസ സിസ്റ്ററോടും കടന്ന എല്ലാ ദൈവമക്കളോടും ദൈവനാമത്തോടും നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലെസ് യു ഓൾ.